ഏവർക്കും നാസ് മീഡിയയുടെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ഇന്ന് നാസ് മീഡിയയിലൂടെ ഒരു കൊച്ചു കലാകാരനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ കേരളക്കരയിലെ പാട്ടിനെ സ്നേഹിക്കുന്ന, നാടൻ പാട്ടിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും സുപരിചിതനായിട്ടുള്ള ഒരു കൊച്ചു കലാകാരനാണ്. ഒട്ടനവധി സ്റ്റേജ് ഷോകളിലൂടെയും TV ഷോകളിലൂടെയും എല്ലാവരുടെയും ഒരു പരിചിത മുഖമായിട്ടുള്ള, ഞങ്ങളെല്ലാം സ്നേഹത്തോടെ വിധു എന്ന് വിളിക്കുന്ന യാദവിനെ നമുക്ക് നാസ് മീഡിയയിലേക്ക് ക്ഷണിക്കാം. യാദവ്, എന്തുണ്ട് വിശേഷം യാദവേ? നല്ല വിശേഷം. എല്ലാവരും ഇന്ന് ക്രിസ്മസ് ഒക്കെ ആണല്ലോ. എന്റെ പ്രേക്ഷകർക്കൊക്കെ ഒരു ക്രിസ്മസ് ആശംസകൾ നേർന്നു. എല്ലാവർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഓക്കെ യാദവേ, വല്ലാതെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. TVയിലൊക്കെ ഫുള്ള് യാദവാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മനോരമയിൽ പ്രോഗ്രാം പോയിരുന്നു അല്ലെ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് അവിടുത്തെ? അടിപൊളി. ആരൊക്കെ കണ്ടു? നല്ല സപ്പോർട്ടാണ്. ബിബിൻ ജോഡി സാറ്, മഞ്ജു ചേച്ചി, പിന്നെ നസീർ സാർ, അവരൊക്കെ ഉണ്ടായിരുന്നു. അവരെന്ത് പറഞ്ഞു? അവരൊക്കെ എന്താ അടിപൊളിയായിട്ട് പ്രോഗ്രാം ചെയ്തു. അവർ ഭയങ്കര ജാടയാണ് അവരൊക്കെ? അങ്ങനൊന്നുമില്ല. അവരൊക്കെ നല്ല ഓപ്പണായിട്ട് ജാടൊന്നുമില്ല. അവരുടെ സപ്പോർട്ട് അവിടെ സപ്പോർട്ട് ചെയ്തു. ഈ ഭാവിയിൽ നീ അങ്ങനെ ആണോ അല്ലെ? വലിയ പാട്ടുകാരനൊക്കെ ആകുമ്പോ. ഓക്കെ, പിന്നെ വേറെ ഏതൊക്കെ ചാനൽ? ഏഷ്യാനെറ്റ് ന്യൂസിൽ ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ കൽപ്പാത്ത തേടിയപ്പോ 24 ന്യൂസ് അത് വന്നോ? റിലീസായോ? അല്ല, അത് അങ്ങനെ അവരിട്ടു. ഓക്കെ, മാതൃഭൂമി. ഓ, അപ്പൊ അടിച്ച് കേറാണ് യാദവ്. കേറി വാ മോനെ അല്ലേ? പിന്നെ അജിനേട്ടൻ ഇന്റർവ്യൂവിൽ പോയിട്ടുണ്ടായിരുന്നു. അത് റിലീസായി. അങ്ങനെയൊക്കെ ഓക്കെ. ഏതായാലും ക്രിസ്മസ് ഒക്കെയാണ്. ക്രിസ്മസ് ദിനം ആഘോഷിക്കുകയാണ് ലോകമെമ്പാടും അല്ലെ? എല്ലാവരും വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഇന്ന് എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള പാട്ട് അറിയാം? ക്രിസ്ത്യൻ ഇല്ല. അപ്പൊ യാദവിന്റെ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന നാടൻ പാട്ടിലാണ്. ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്ന ലോകത്തെ എല്ലാ മലയാളികൾക്കും വേണ്ടി യാദവ് ഒരു നാടൻ പാട്ട് പാടാൻ വേണ്ടി പോവുകയാണ്. യാദവിന്റെ കൂടെ ഒരു കൊച്ചു കൂട്ടുകാരൻ ഉണ്ട്, അശ്വനാഥ്. യാദവിന്റെ ജ്യേഷ്ഠനാണ് അല്ലെ? എങ്ങനെ പാടുവോ? പൊട്ടുവോ? അങ്ങനെ പൊട്ടൂലെ? ഓക്കെ. ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്ന ലോകത്തെ എവിടെയാണെങ്കിലും എല്ലാ മലയാളികൾക്കും വേണ്ടി ഒരു അടിച്ചുപൊളി ഗാനം, ഒരു നാടൻ പാട്ട് രണ്ടുപേരും കൂടി അടിച്ചുപൊളിച്ച് പാടിക്കേ. ഓക്കെ?